ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിഗ്നോമെട്രി യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ അബൌട്ട് ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ്. ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ചു. എന്ത് ലൈനും ആയിക്കോട്ടെ, ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൽ നിന്ന് ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലൈനിനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഈ ലൈനിനെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ലൈനിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കണം, ഓക്കെ മതി, നമുക്ക് ഇത്രയും റൊട്ടേഷൻ മതി. അപ്പൊ നമുക്ക് വേറൊരു ലൈൻ കൂടെ കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ ആയിട്ട് ഒരു ലൈൻ എടുത്തു, എന്നിട്ട് ആ ലൈനിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു, ഓക്കെ മതി, നമുക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എന്നിട്ട് ആ സ്റ്റോപ്പ് ചെയ്ത പോയിന്റിൽ നമ്മൾ വീണ്ടും ആ ഒരു ലൈൻ, നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ അങ്ങനെ തന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു കുഞ്ഞ് മെഷർ ഉണ്ടല്ലോ, ഈ ഒരു മെഷറിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ആംഗിൾ ഇസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ. അതായത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ഈ ഒരു റൊട്ടേഷന്റെ മെഷർ ഓഫ് എ ഗിവൺ റേ, ഈ ഒരു റേ അബൌട്ട് ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ്. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പോയിന്റ്. ഈ ഒരു ഇനീഷ്യൽ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു റേയിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന മെഷറാണ് നമ്മുടെ നമ്മുടെ ആംഗിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിനകത്ത് നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്തതും കേട്ട് പരിചയമുള്ള കുറെ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ വാക്കുകളൊക്കെ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇനീഷ്യൽ സൈഡ്. അപ്പൊ ഇനീഷ്യൽ സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കി തന്നെ മനസ്സിലാവും, ഈ OA എന്ന് പറയുന്ന റേ ആണ് നമ്മുടെ ഇനീഷ്യൽ സൈഡ്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ ഒറിജിനൽ റേ ഇസ് കോൾഡ് ദ ഇനീഷ്യൽ സൈഡ് ഓഫ് ദ ആംഗിൾ. അതായത് ഇനീഷ്യൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ആംഗിൾ വരയ്ക്കാൻ പോകുന്നത്, ആ ഒരു സൈഡിനെയാണ് നമ്മുടെ ഇനീഷ്യൽ സൈഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒറിജിനൽ ആയിട്ട് എടുക്കുന്ന റേ, അതാണ് നമ്മുടെ ഇനീഷ്യൽ സൈഡ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് ടെർമിനൽ സൈഡാണ്. അപ്പൊ ഇനീഷ്യൽ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ സൈഡ്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ. അപ്പോ നമുക്ക് ഊഹിക്കാൻ പറ്റും, ഇനീഷ്യൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയ റേ ആണെങ്കിൽ, ടെർമിനൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് ആ റേ ആണ് നമ്മൾ ടെർമിനൽ സൈഡ് എന്ന് പറയുന്നത്. ദ ഫൈനൽ പൊസിഷൻ ഓഫ് ദ റേ ആഫ്റ്റർ റൊട്ടേഷൻ ഇസ് കോൾഡ് ദ ടെർമിനൽ സൈഡ് ഓഫ് ആംഗിൾ. അതായത് ഈ റൊട്ടേഷന് ശേഷം ഈ റേ എവിടെ ചെന്ന് നിൽക്കുന്നോ ആ റേയിനെയാണ് നമ്മൾ ടെർമിനൽ സൈഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ഇനീഷ്യൽ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു റൊട്ടേഷന് ശേഷം നമ്മൾ പിന്നെ ഒരു റേ കൂടെ വരച്ചു. ഈ റേ എവിടെ ചെന്നാണ് നിൽക്കുന്നത്, ഈ ഒരു പോയിന്റിൽ ചെന്നാണ് ഈ റേ നിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ നമ്മുടെ ടെർമിനൽ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് വേർട്ടെക്സ്. ദ പോയിന്റ് ഓഫ് റൊട്ടേഷൻ ഇസ് കോൾഡ് ദ വേർട്ടെക്സ്. അതായത് നമ്മളിവിടെ പറഞ്ഞു, ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു സൈഡിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ നമ്മുടെ വേർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ആ ആംഗിളിന്റെ വേർട്ടെക്സ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നതാണ് പോസിറ്റീവ് ആംഗിളും നെഗറ്റീവ് ആംഗിളും. ഞാനിവിടെ 2 ഫിഗർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് പോസിറ്റീവ് ആംഗിൾ എന്നുള്ളത്. നമുക്ക് എന്തായാലും ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇസ് ആന്റി ക്ലോക്ക് വൈസ്, the angle is said to be positive angle. അതായത് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഈ ഒരു ലൈനിനെ റൊട്ടേറ്റ് ചെയ്യണേ എങ്കിൽ ഇതിനെ നമ്മൾ പോസിറ്റീവ് ആംഗിൾ എന്ന് വിളിക്കും. അതായത് ഈ ആംഗിളിന്റെ റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ആംഗിൾ എന്ന് വിളിക്കും. അപ്പം അഫ്കോഴ്സ് എന്താണ് നെഗറ്റീവ് ആംഗിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് നമ്മൾ നമ്മുടെ ആംഗിളിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ആരോ ഉണ്ട് അല്ലെ, ഈ ആരോ ഇവിടെ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ഇവിടെ നമുക്ക് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഒരു ആരോ ഉണ്ട്. അതാണ് നമ്മുടെ നെഗറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത്. മെഷർ ഓഫ് ആൻ ആംഗിൾ. The measure of an angle is the amount of rotation performed to get the terminal side from the initial side. എന്തോരം റൊട്ടേഷൻ കൊണ്ടാണ് നമ്മുടെ ലൈൻ ഇനീഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡ് വരെ എത്തുന്നത്. അതായത് ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആംഗിൾ മെഷർ എന്ന് പറയുന്നത്. അതായത് ഈ ഇനീഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എത്താൻ പറ്റുന്ന റൊട്ടേഷൻ, ആ റൊട്ടേഷന്റെ മെഷർ
ഈ റൊട്ടേഷന്റെ മെഷർ ആണ് നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മെഷർ ഓഫ് ആംഗിളിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ വാക്ക്. നമുക്ക് റെവല്യൂഷൻ എന്താന്ന് നോക്കില്ല. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു റേ ആണ് എന്ന് വിചാരിച്ചു. ഇതൊരു റേ ആണ് എങ്കിൽ ഇത് നമ്മുടെ വോർട്ടെക്സ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കറങ്ങി ഇവിടം വരെ വരുമ്പോൾ, അതായത് ഇത് ആന്റി ക്ലോക്ക് വൈസ് ആവാം, ക്ലോക്ക് വൈസ് ആവാം, നമ്മളിപ്പോ പോസിറ്റീവ് ആംഗിളാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്ന് കറങ്ങി ഇവിടം വരെ വരുമ്പോൾ നമ്മൾ അതിന് ഒരു റെവല്യൂഷൻ എന്ന് പറയും. അതായത് ആ ഇനീഷ്യൽ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങി ആ റേ റൊട്ടേറ്റ് ചെയ്ത് ആ ഇനീഷ്യൽ സൈഡിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ നമ്മൾ അതിന് ഒരു റെവല്യൂഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഒന്നും കൂടെ വേണമെങ്കിൽ പോയി ഒന്നും കൂടെ തിരിച്ചു വരും. അപ്പൊ അന്നേരം 2 റെവല്യൂഷനായി. വീണ്ടും വേണമെങ്കിൽ ഒന്നും കൂടെ കറങ്ങി വരാം. അപ്പൊ 3 റെവല്യൂഷൻ. അങ്ങനെ എത്ര വേണമെങ്കിലും റെവല്യൂഷൻസ് ഉണ്ടാകാം. അപ്പൊ ഇതാണ് നമ്മുടെ റെവല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഇതാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനിയും നമുക്ക് സെവറൽ യൂണിറ്റ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ കോമൺലി യൂസ് ചെയ്തിട്ടുള്ള 2 യൂണിറ്റ്സ് നമ്മളിവിടെ എന്താ പറയുക ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആദ്യം എന്താണ് ഡിഗ്രി മെഷർ. ഓക്കെ, ഡിഗ്രി മെഷർ എന്താണെന്ന് നമുക്ക് പറയാം. If a rotation from the initial side to the terminal side is 1/360th of revolution, the angle is said to have a measure of 1 degree. നമ്മുടെ ഇപ്പം ഈ വരച്ചിരിക്കുന്നത് ഒരു റെവല്യൂഷൻ ആണ്. നമ്മുടെ ഇനീഷ്യൽ സൈഡും ടെർമിനൽ സൈഡും ഒന്ന് തന്നെയാണ്. ഇനീഷ്യൽ സൈഡിൽ നിന്ന് തുടങ്ങി ഇനീഷ്യൽ സൈഡിൽ നിന്ന് തിരിച്ചെത്തി. ഇത് ഒരു റെവല്യൂഷൻ ആണ്. ഇത് ഇപ്പം എന്താ പറയുക, ഇത്രയും ഭാഗമാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഈ ഒരു ആംഗിളിനെ നമ്മൾ 360 ടൈംസ് ഡിവൈഡ് ചെയ്യാം. അതായത് ഇതിനൊരു 360 ടൈംസ് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ചുമ്മാ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറെ ആയിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഞാൻ 3 വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു 360 കഷ്ണങ്ങളായിട്ട് ഇതിനെ നമ്മൾ ഈ ഒരു ആംഗിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ 360 കഷ്ണമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. 360 പീസസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുഞ്ഞു കഷ്ണം ഉണ്ടല്ലോ, ഇതായിരിക്കും നമ്മുടെ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഒരു ആംഗിളിനെ 360 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 360 പീസിൽ ഒരു പീസിനെ നമ്മൾ വിളിക്കുന്നതാണ് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനകത്ത് 2 പീസ് എടുത്താലോ നമ്മൾ 2 ഡിഗ്രി ആക്കും. 3 പീസ് എടുത്തു കഴിഞ്ഞാൽ 3 ഡിഗ്രി ആക്കും. അപ്പൊ ഒരു റെവല്യൂഷൻ ആയിരിക്കണം ഓട്ടോ എടുക്കണ്ടേ. ചുമ്മാ ഏതെങ്കിലും ഒന്നിനെ എടുക്കരുത്. നമ്മളൊരു റെവല്യൂഷൻ എടുത്തിട്ട് അതിന് 360 ടൈംസ് നമ്മൾ ഡിവൈഡ് ചെയ്തു. ആ 360 ടൈംസിൽ ഓരോ പീസിനെ നമ്മൾ 1 ഡിഗ്രി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തു. അപ്പൊ അതാണ് നമുക്ക് തന്നെ ഇഫ് റൊട്ടേഷൻ ഫ്രം ദ ഇനീഷ്യൽ സൈഡ് ടു ദ ടെർമിനൽ സൈഡ്, ഇനീഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് വരെയുള്ള റൊട്ടേഷൻ 1/360, അതായത് 360-ൽ 1. അതായത് 360 ടൈംസ് നമ്മൾ ഇത് ചെയ്യുന്നതിൽ ഒരു ടൈം ഓഫ് ദ റെവല്യൂഷൻ ദ ആംഗിൾ ഇസ് സെഡ് ടു ഹാവ് എ മെഷർ ഓഫ് 1 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ഡിഗ്രി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 1 ഡിഗ്രി എന്ന് എഴുതുന്നത്. അല്ല, ആ ഡിഗ്രി ഇസ് ഡിവൈഡഡ് ഇൻറ്റു 60 മിനിറ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞ ഒരു റെവല്യൂഷനെ നമ്മൾ 360 ഡിഗ്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അല്ലെ, നമ്മളൊരു റെവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് 360 ടൈംസ് എന്നൊരു ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു പീസിനാണ് നമ്മൾ 1 ഡിഗ്രി എന്ന് വിളിച്ചത്. അപ്പൊ ആ ഒരു മൊത്തം റെവല്യൂഷൻ എത്ര 360 ഡിഗ്രീസ് ആണ്. അല്ലെ, അപ്പൊ നമുക്കൊരു ഫുൾ റെവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് 360 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഓരോ ഡിഗ്രിയും നമുക്ക് 60 മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 1 ഡിഗ്രി ഇസ് ഡിവൈഡഡ് ഇൻറ്റു 60 മിനിറ്റ്സ്. ഓരോ ഡിഗ്രിയെയും നമ്മളിപ്പോ എങ്ങനെയാണോ നമ്മൾ റെവല്യൂഷനെ 360 ടൈംസ് ഡിവൈഡ് ചെയ്തേ, അതുപോലെ തന്നെ ഓരോ ഡിഗ്രീനെ നമുക്ക് 60 മിനിറ്റ്സ് ആയിട്ട്, അതായത് ഓരോ ഡിഗ്രീനെ നമുക്ക് 60 പീസായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോ പീസും ഓരോ മിനിറ്റ് ആയിരിക്കും. 1/60th ഓഫ് ദ ഡിഗ്രി ഇസ് കോൾഡ് എ മിനിറ്റ്. അതായത് നമ്മൾ 60 പീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു പീസാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്. നമ്മളൊരു ഹാഷ്ടാഗ് കൊടുത്തു. അപ്പോൾ 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ്സ്. അതുപോലെ തന്നെ ഈ ഒരു മിനിറ്റിന് നമ്മൾ വീണ്ടും 60 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓരോ പീസും നമുക്ക് ഓരോ സെക്കൻഡ് ആണ് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. സെക്കൻഡ്സും മിനിറ്റ്സും ഒക്കെ നമ്മൾ യൂഷ്വലി നമ്മുടെ ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. അപ്പം എന്താണ്, ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടാവും? 60 സെക്കൻഡ്സ് ഉണ്ടാവും. അപ്പം എന്താ പറയുക, നമ്മളൊരു 60 പീസസ് ആയിട്ട് നമ്മൾ ഒരു മിനിറ്റിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു പീസാണ് നമ്മുടെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന 2 ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു മിനിറ്റ് ഈക്വൽ ടു 60
സെക്കൻഡ്സ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് കാണാം. എക്സാമ്പിൾസ് കാണുമ്പോൾ നമ്മുടെ ഒ എ നമ്മുടെ ഇനീഷ്യൽ ലൈനായിട്ടും ഒ ബി നമ്മുടെ ടെർമിനൽ റേ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഇനീഷ്യൽ സൈഡ് ടെർമിനൽ സൈഡും സെയിം ആണ്. അപ്പം ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ വന്നു. അപ്പം എത്രയാണ് നമ്മുടെ 360 ഡിഗ്രിയാണ്. ഇനി നമ്മുടെ ഒ എ ആണ് നമ്മുടെ ഇനീഷ്യൽ സൈഡ്. ഇവിടെ നിന്ന് ഈ ഒരു റേ റൊട്ടേറ്റ് ചെയ്ത് ഇവിടം വരെ ഒ ബി ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് എത്രയാണ് 180 ഡിഗ്രിയാണ്. അതായത് ഇത്രയും 360 ഉണ്ടായിരുന്നു, അതിന്റെ പകുതിയെ വന്നിട്ടുള്ളൂ, ഫുള്ള് വന്നിട്ടില്ല. അപ്പൊ എത്രയാണ് 180 ഡിഗ്രിയാണ്. ഇനി അടുത്തത് നമ്മുടെ ഒ എ ഇവിടെയാണ്. ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒ ബി ഇവിടം വരെ വന്നു. അപ്പൊ ഇത് എത്രയാണ് 270 ഡിഗ്രി. ഇനി നമ്മുടെ ഒ എ ഇവിടെയാണ് കിടക്കുന്നത്, ഒ ബി ഇവിടെയാണ് കിടക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ഒരു തവണയല്ല നമ്മൾ റൊട്ടേറ്റ് ചെയ്തോളൂ. ഇവിടെ നിന്ന് കറങ്ങി ഇവിടം വരെ വന്നു. അപ്പൊ എന്താ പറയുന്നത് 360 ഡിഗ്രി. വീണ്ടും ഇവിടുന്ന് കറങ്ങി ഇവിടം വരെ വന്നു. അപ്പൊ ഇത് 420 ഡിഗ്രിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പോസിറ്റീവ് ആംഗിൾ ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് ആംഗിളുടെ എക്സാമ്പിൾസ് കണ്ടല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒ എ. ഇത് തിരിച്ചാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങിയിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങി ഒ ബിയിലേക്ക് എത്തിക്കാം. അവ -30 ഡിഗ്രിയാണ് വന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഒ എ. ഇത് നെഗറ്റീവിലേക്ക് കറങ്ങി ഇവിടെയല്ല വന്നേക്കണത്, ഇത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെയാണ്. അതുകൊണ്ട് -420 ഡിഗ്രി. ഇതാണ് നമ്മുടെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഡിഗ്രി മെഷറിനെ പറ്റി പറഞ്ഞു. ഇനി അടുത്ത മെഷറാണ് റേഡിയൻ മെഷർ. ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ ബൈ an arc of length 1 unit as a unit circle is said to have a measure of 1 radian. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂണിറ്റ് സർക്കിൾ ആണിത്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വിത്ത് റേഡിയസ് 1. ഒരു ഏതെങ്കിലും ഒരു സർക്കിൾ എടുത്തു, അതിന്റെ റേഡിയസ് 1 ആണെങ്കിൽ, റേഡിയസ് 1 ആയിട്ടുള്ള ഏതൊരു സർക്കിൾ എടുത്താലും അത് നമ്മുടെ യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ നമ്മളൊരു യൂണിറ്റ് സർക്കിൾ എടുത്തു. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയസ് ഒക്കെ 1 ആയിരിക്കും. ഈ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒരു 2 റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മുടെ ആർക്ക് ലെങ്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മളൊരു യൂണിറ്റ് സർക്കിൾ വരച്ചു. ഈ യൂണിറ്റ് സർക്കിളിൽ നിന്ന് നമുക്കൊരു ആർക്ക് ലെങ്ത് 1 ആയിട്ട് ഉള്ള ഒരു ആർക്ക് വരയ്ക്കാൻ പറ്റിയാൽ ആ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഒരു യൂണിറ്റ് സർക്കിൾ വരച്ചു, ഇവിടുത്തെ നമുക്ക് ആർക്ക് ലെങ്ത് 1 ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ഈ ഒരു ആംഗിളിനെ നമ്മൾ 1 റേഡിയൻ ആണെന്ന് പറയും. അതായത് 1 റേഡിയൻ ആണ് എന്ന് പറയും. ആംഗിൾ സബ്റ്റൻഡ് അറ്റ് ദ സെന്റർ, ഇവിടെ സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ബൈ an arc of length 1 unit. ആർക്ക് ലെങ്ത് 1 ആയിരിക്കണം. പിന്നെ യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ആയിട്ടുള്ള is said to have a measure of 1 radian. അതായത് ആർക്ക് ലെങ്ത് 1 ആയിട്ടുള്ള ഒരു യൂണിറ്റ് സർക്കിളിന്റെ സെന്ററിലേക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടാലോ. ഇപ്പം ഇവിടെ നമ്മൾ അവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നു, പോസിറ്റീവ് ആംഗിൾ ആണ്. ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അപ്പൊ നെഗറ്റീവ് ആംഗിൾ ആണ്. ആർക്ക് ലെങ്ത് 1 തന്നെയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ -1 റേഡിയൻ. ഇവിടെ നമ്മുടെ ആർക്ക് ലെങ്ത് 1 അല്ല, 1.5 ആണ്. അപ്പൊ നമ്മുടെ റേഡിയൻ എത്ര വരും? 1.5 റേഡിയൻ വരും. ഇവിടെ നമുക്ക് പോസിറ്റീവ് ആംഗിൾ ആയിരുന്നെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആംഗിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്ക് ലെങ്ത് 1/2 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ -1.5 റേഡിയൻ വരും. ഫുൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് അല്ലേ. സർക്കംഫറൻസ് എത്രയാണ്? 2π. കാരണം യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ 2πr നമ്മുടെ റേഡിയസ് 1 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയാ, സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2π. അതായത് നമ്മുടെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2π ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ എന്താ പറയാ, ഇനീഷ്യൽ സൈഡിൽ നിന്ന് പറഞ്ഞ ഇനീഷ്യൽ സൈഡിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എത്ര റേഡിയൻസ് ഉണ്ടാവും? 2π റേഡിയൻ ഉണ്ടാവും. കാരണം നമുക്ക് ഇവിടെ ആർക്ക് ലെങ്ത് 1 ആയിരുന്നപ്പോൾ ഇവിടെ 1 ആയിരുന്നു നമ്മുടെ റേഡിയൻ. അപ്പൊ നമ്മുടെ ആർക്ക് ലെങ്ത് ഇപ്പൊ 2π ആണ് ഒരു യൂണിറ്റ് സർക്കിൾ. അപ്പൊ നമ്മുടെ മൊത്തം വരുമ്പോൾ എത്രയാണ്? 2π റേഡിയൻ വരും. ഇനി നമ്മൾ ജനറൽ കേസിലേക്ക് പറയുകയാണ്. നമ്മളിപ്പം പറഞ്ഞത് ഒരു യൂണിറ്റ് സർക്കിൾ ആണ്. ഇപ്പോഴും നമുക്കൊരു യൂണിറ്റ് സർക്കിൾ തന്നെ കിട്ടണമെന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ എടുക്കുകയാണ് ഒരു സർക്കിൾ വിത്ത് റേഡിയസ് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, അതിന്റെ ആർക്ക് ലെങ്ത് 6 ആണെങ്കിൽ അന്നേരവും നമുക്ക് 1 റേഡിയൻ തന്നെയായിരിക്കും നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ആംഗിൾ മെഷർ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു റേഡിയസ് 6 ഉള്ള ഒരു സർക്കിൾ എടുത്തു. ഇവിടെ ആർക്ക് ലെങ്ത് നമ്മൾ എല്ലായിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ആർക്ക് ലെങ്ത് 6ഉം റേഡിയസ് 6ഉമായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 1 റേഡിയനും കിട്ടും. അപ്പൊ അതെങ്ങനെയാണ്? 6 ഡിവൈഡഡ് ബൈ 6 1. അങ്ങനെയാണ് നമുക്കിവിടെ 1 റേഡിയൻ കിട്ടും. ഇവിടെ നമുക്ക് റേഡിയസ് 6ഉം പക്ഷെ നമുക്ക് ആർക്ക് ലെങ്ത് എല്ലാണ്.
അപ്പൊ നമുക്ക് നമ്മുടെ ആംഗിൾ എന്തായിട്ട് കിട്ടും? L/R. L ആണ് നമ്മുടെ ആർക്ക് ലെങ്ത്, റേഡിയസ് നമ്മുടെ R. അപ്പൊ അതായത് ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്, അതാണ് നമ്മുടെ എത്ര റേഡിയൻ ഉണ്ട് എന്ന് നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് അതൊരു ഫോർമുല ആയിട്ട് എഴുതാം. ഇഫ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് R, an arc of length L subtends an angle theta റേഡിയൻ അറ്റ് ദ സെന്റർ. നമ്മൾ ഈ ആംഗിളിനെ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാണ്. തീറ്റ റേഡിയൻ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു L/R. അതായത് നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ L ഈക്വൽ ടു R തീറ്റ, അതായത് ആർക്ക് ലെങ്ത്തിന്റെ ടേംസിലാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ പഠിച്ചു റേഡിയന്റെ കേസിൽ ഈ ഒരു സർക്കിള് സെന്ററിൽ ഒരു ഫുൾ റെവല്യൂഷൻ കഴിയുമ്പോൾ എത്രയാണ്? 2π റേഡിയൻ വരും. അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ നമ്മുടെ ഡിഗ്രി മെഷറിൽ നമ്മൾ പഠിച്ചു ഒരു ഫുൾ റെവല്യൂഷൻ കഴിയുമ്പോൾ അവിടെ എത്രയാണ്? 360 ഡിഗ്രി ആണ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പൊ നമുക്ക് 2π റേഡിയൻ ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ രണ്ടും കട്ടായി പോയിട്ട് നമുക്ക് π റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിനകത്ത് നമുക്ക് പൈക്ക് 22/7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഈ പൈനെ ഇപ്പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പൊ ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പൊ 1 റേഡിയൻ ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ പൈ ഡിഗ്രി എന്ന് വരും. ഈ പൈക്ക് നമ്മൾ 22/7 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ 180 ഡിവൈഡ് ബൈ 22/7 ഡിഗ്രി. ഈ 7നെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുത്തു. 180 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 22 ഡിഗ്രി. അത് 57 ഡിഗ്രി 16 മിനിറ്റ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി. ഇനി ഇതിപ്പോ നമ്മൾ 1 റേഡിയൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ 1 ഡിഗ്രി എത്രയാണെന്ന് കണ്ടുപിടിക്കും. 1 ഡിഗ്രി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്താണ്? ഈ 180നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ അത് π/180 ഡിഗ്രിയാണ്. π/180 റേഡിയൻ. 1 ഡിഗ്രി ഈക്വൽ ടു π/180 റേഡിയൻ. പൈക്ക് നമ്മൾ 22/7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 7നെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എടുത്തു. അപ്പൊ 22/7 ഇൻറ്റു 180 റേഡിയൻസ്. അപ്പൊ 0.01746 റേഡിയൻ ആണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഡിഗ്രി മെഷറും റേഡിയൻ മെഷറും തമ്മിലുള്ള കുറച്ച് കോമൺ ആംഗിൾസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ π/6 ആണ്. അതെങ്ങനെയാ വന്നേ എന്നല്ലേ? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. അപ്പൊ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 ഇൻറ്റു 30. അപ്പൊ 180യും 30യും കട്ടായി പോയിട്ട് നമുക്ക് π/6 റേഡിയൻ എന്ന് കിട്ടും. അതുപോലെ തന്നെ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/4 റേഡിയൻ ആണ്. π/180 ഇൻറ്റു 45. 45 180യും കട്ടായി പോയിട്ട് π/4. അങ്ങനെ സിമിലർലി 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3. അതുപോലെ തന്നെ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/2. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π റേഡിയൻ ആണ്. 180 180 കട്ടായി പോകും. 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180 270 കട്ടായിട്ട് 3/2 കംപ്ലീറ്റ്ലി കട്ടായി പോകില്ല. അപ്പൊ അതുകൊണ്ട് 3/2 റേഡിയൻ വരും. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 180 360 കട്ടായി പോയിട്ട് 2π റേഡിയൻ. നമ്മുടെ റേഡിയൻ മെഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. നമുക്ക് ഡിഗ്രി മെഷർ തന്നിട്ട് നമ്മളോട് റേഡിയൻ മെഷർ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ π/180 ഇൻറ്റു ഈ ഡിഗ്രി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഡിയൻ മെഷർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് റേഡിയൻ മെഷർ തന്നിട്ട് നമുക്ക് ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 180/π ഇൻറ്റു റേഡിയൻ മെഷർ ചെയ്യും. അപ്പൊ ഇത് ഈ ഫോർമുലാസ് രണ്ടും ഓർത്ത് വെക്കണം. കാരണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.